സിംപ്ലിഫൈ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് മിക്കവാറും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എന്തൊക്കെയായിരിക്കും വരുന്നത്. കോസ് സ്ക്വയറും സൈൻ സ്ക്വയർ ഒക്കെ വരും. അപ്പൊ അത് 1 ആയിട്ടൊക്കെ മാറും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. കോസ് തീറ്റ അകത്തോട്ട് എടുത്താൽ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മളുടെ ഇവിടെ നോക്കുമ്പോൾ ഒരു സ്കെയിലാർ വാല്യൂ ആണ് അല്ലേ? കാരണം അതൊരു മെട്രിക്സ് ആണ്. മെട്രിക്സ് അല്ല, ഒരു നമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു റേഷ്യോ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ആ ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വന്നു, സാറേ അതിനത് സ്കെയിലാർ അല്ലല്ലോ, അതൊരു വേരിയബിൾ അല്ലേ എന്ന്. നമ്മളിവിടെ മെട്രിക്സിന്റെ കേസിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് വരുന്നതും മെട്രിക്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് വരുന്നതിനെയാണ് സ്കെയിലാർ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ മെട്രിക്സ്, ഇറ്റ്സ് ജസ്റ്റ് എ വാല്യൂ. ഓക്കെ, ഒരു വാല്യൂ ആണ്, ഒരു നമ്പർ ആണ്, അല്ലാതെ അതെന്തല്ല, ഒരു മെട്രിക്സ് അല്ല എന്നുള്ളതാണ് അവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? കോസ് തീറ്റ അകത്തോട്ട് എടുക്കാം, എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഇവിടെ എന്ത് വരും? കോസ് തീറ്റ സൈൻ തീറ്റ. ഇവിടെയോ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. അടുത്ത് ഇവിടെ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് അതുപോലെ സൈൻ തീറ്റ എന്ത് ചെയ്യാം? അകത്തോട്ട് കൊടുക്കാം. സൈൻ തീറ്റ അകത്തോട്ട് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ, അല്ലെങ്കിൽ കോസ് തീറ്റ സൈൻ തീറ്റ. ഞാനിവിടെ കോസ് തീറ്റ സൈൻ തീറ്റ എടുത്തുകൊണ്ടാണ് അതേ ഓർഡർ തന്നെ ഇവിടെയും ഫോളോ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അടുത്ത് സൈൻ സ്ക്വയർ തീറ്റ. നോക്കിക്കേ, എന്തായിരിക്കും വരുന്ന? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ് എന്നൊക്കെ പറഞ്ഞു എഴുതാം. ബട്ട് നമ്മൾ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പൊ എങ്ങനെ വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ എങ്ങനെ വരും? കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. ഇവിടെയാണെങ്കിലോ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ. അടുത്തോ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതെങ്ങനെയായിരിക്കും വരുന്ന? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അടുത്ത് ഇവിടെ രണ്ടും സെയിം സാധനമാണ്, സോ 0 ആയിട്ട് പോകും. ഇവിടെ അതുപോലെ തന്നെ സെയിം സാധനം, ബട്ട് ഡിഫറൻറ്റ് സൈൻ 0 ആയിട്ട് പോകും. ഓക്കെ, ഇതെന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ഇറ്റ്സ് ആൻ ആക്ച്വലി ഐഡന്റിറ്റി മെട്രിക്സ്. ഇറ്റ്സ് ആക്ച്വലി എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അങ്ങനെയാണ് അടുത്ത ചോദ്യം. ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് ദിസ്, എക്സ് മൈനസ് വൈ ഈക്വൽസ് ദിസ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഇതാണ്, എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഇതാണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് അപ്രോച്ച് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എക്സിനെ ഒരു x1 x2 x3 x4 എന്ന് പറഞ്ഞ മെട്രിക്സ്, സോറി x1 x111 x112 x21 x22 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആയിട്ട് എടുക്കാം. വൈയോ അതുപോലെ എടുത്തൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ ആക്ച്വലി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ നമുക്ക് എന്തായിട്ട് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്താണ്, നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം? ലീനിയർ ഇക്വേഷൻസ്, അതേ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ചെയ്യുന്ന അതേ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ മെട്രിക്സിന്റെ അഡീഷൻ ആയിട്ടൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇത് ഇക്വേഷൻ നമ്പർ 1 ഇതൊരു ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എടുത്തു എന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലേ? എന്നിട്ട് ബാക്കി നമുക്ക് 2x കിട്ടും. 2x, അപ്പൊ ഇത് കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്താണ്? 2x ആണ്. ഇനി സബ്ട്രാക്ട് ചെയ്താലോ? നോക്കിക്കേ, എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയി പോകും, y മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ 2y കിട്ടും. അപ്പൊ സബ്ട്രാക്ട് ചെയ്താൽ 2x കിട്ടും, മൈനസ് ചെയ്താൽ 2y കിട്ടും. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരിക്കും വരുന്ന? ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് എന്താണ്? എക്സ് പ്ലസ് എക്സ് 2x, y പ്ലസ് മൈനസ് y 0 ആയി പോകും. സോ 2x ഈക്വൽസ് മെട്രിക്സ് എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. 7 പ്ലസ് 3 10, 0 പ്ലസ് 0 0, 2 പ്ലസ് 0 2, 5 പ്ലസ് 3 8. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഈക്വൽ ടു ഹോൾ മെട്രിക്സ് ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ 1/2 ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, എങ്ങനെ വരും? 1/2 ഓഫ് 10 0 to 8. ഇവിടെ എന്ത് ചെയ്താൽ മതി? നേരെ 1/2 അകത്തോട്ട് എടുക്കുക. അപ്പൊ എല്ലാം പകുതിയായിട്ട് മാറും. സോ 5 0 1 4.
ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷ കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു മോഡലാണിത്. ഇതുപോലെ അടുത്ത് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. സോ ഇക്വേഷൻ നമ്പർ 1 മൈനസ് 2 ഇംപ്ലൈസ് എക്സ് മൈനസ് എക്സ് 0 ആയി പോകും, y മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ 2y ഈക്വൽസ് മെട്രിക്സ് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 7 മൈനസ് 3 4, 0 മൈനസ് 0 0, 2 മൈനസ് 0 2, 5 മൈനസ് 3 2. ഓക്കെ, അപ്പോൾ y ഇതുപോലെ എന്ത് ചെയ്താൽ മതി, y ഈക്വൽസ് 1/2 ഓഫ് ദിസ് മെട്രിക്സ് വരും. സോ 1/2 നമ്മൾ അകത്തോട്ട് എടുത്താൽ എന്ത് വരും, 2 0 1 1. ഓക്കെ, അപ്പൊ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. ഇനി അടുത്ത ചോദ്യം, ഇതേ സെയിം മോഡൽ തന്നെയാണ്, എക്സും വൈയും കണ്ടുപിടിക്കാം, ബട്ട് ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇതിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ അവിടെ ചെയ്യുന്നത് പോലെ എലിമിനേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ കോഎഫിഷ്യന്റ് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കുക. സോ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നോക്കിക്കേ, ഇവിടെ 2x ആണ്, ഇവിടെ 3x ആണ്. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ എന്ത് ചെയ്യുക, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് എഴുതാം, ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 ടൈംസ് 3 ഇംപ്ലൈസ് എന്ത് വരും, 6x എല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. 6x പ്ലസ് 9y ഈക്വൽസ് എന്ത് വരും, 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 6 9 12 0. ഓക്കെ, അടുത്തെന്താണ്, ഇക്വേഷൻ നമ്പർ 2 ടൈംസ് 2 ഇക്വേഷൻ നമ്പർ 2 ടൈംസ് 2 ഇംപ്ലൈസ് ഇക്വേഷൻ നമ്പർ 2 ടൈംസ് 2 ഇംപ്ലൈസ് എന്ത് വരും, 6x പ്ലസ് 4y ഈക്വൽസ് മെട്രിക്സ് എങ്ങനെയായിരിക്കും വരുന്നത്, 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 4 മൈനസ് 2 4 മൈനസ് 4. ഓക്കെ, അടുത്ത് മൈനസ് 2 10. ഇനി എന്ത് ചെയ്യുക, ഇവർ തമ്മിൽ എന്ത് ചെയ്താലാണ് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്, സബ്ട്രാക്ട് ചെയ്യുക. സോ ഇതിന് നമുക്കൊരു ഇക്വേഷൻ നമ്പർ 3 4 എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4 ഇംപ്ലൈസ് എന്താണ്, 6x മൈനസ് 6x 0 ആകും, 9y മൈനസ് 4y 5y ആകും. ഓക്കെ, 5y ഈക്വൽസ് മെട്രിക്സ് എങ്ങനെ വരും, 6 മൈനസ് 4 2, 9 മൈനസ് മൈനസ് 4 13, 12 മൈനസ് 2 12 മൈനസ് മൈനസ് 2 14. ഓക്കെ അല്ലേ, മൈനസ് അല്ലേ, 0 മൈനസ് 10 മൈനസ് 10. ഓക്കെ, ഇവിടെ നമുക്ക് y എങ്ങനെ കണ്ടുപിടിക്കാം, y നിങ്ങൾക്ക് ഒന്നുകിൽ അകത്തെ എല്ലാ ടേമിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് എഴുതാം, y ഈക്വൽസ് 1/5 ഓഫ് 2 13 14 മൈനസ് 10 ഇങ്ങനെ എഴുതി നിർത്തിയാലും മതി, അല്ലെങ്കിൽ അകത്തോട്ടെടുത്തും ചെയ്യാം. അകത്തോട്ടെടുത്ത് എങ്ങനെ വരും, 2/5 13/5 14/5 മൈനസ് 10/5 10/5 എത്രയാണ്, 2. സോ മൈനസ് 2 എന്നും പറഞ്ഞു കിട്ടും. ഓക്കെ, ഈ ഒരു മോഡലിൽ ചെയ്യാം, അല്ലെങ്കിൽ അകത്തോട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് അത് കൂടുതൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ. അതിനെക്കാട്ടി നമുക്ക് ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ വരും, സെയിം മോഡൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തും കണ്ടുപിടിക്കാം. മൾട്ടിപ്ലൈ ചെയ്തൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് നമ്മളിവിടെ എന്താണ് നോക്കിക്കേ, ഇവിടെ നമുക്ക് y വാല്യൂ ആണ് സെയിം ആക്കേണ്ടത്. സോ ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ടും ഇക്വേഷൻ നമ്പർ 2നെ എന്തുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 1 ടൈംസ് 2. ഓക്കെ, ഇക്വേഷൻ ഞാൻ ആദ്യം തിരിച്ച് ചെയ്യണം, കാരണം നമുക്കിവിടെ 6ന്ന് 4 കുറച്ചാലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിന് നമ്മൾ 2 ഉണ്ട്, ഇവിടെ നമ്മൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്, 3 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 9ന്ന് 4 കുറച്ചാലാണ് നമുക്ക് 5 വരുന്നത്, ഇല്ലെങ്കിൽ നെഗറ്റീവ് ആയി പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 2 ടൈംസ് എന്താണ് 3. ഇക്വേഷൻ നമ്പർ 2 ടൈംസ് 3 എങ്ങനെ വരും, ഇംപ്ലൈസ് നമുക്ക് ഇവിടെ ഇതിന്റെ മുകളിൽ തന്നെ ഇട്ട് എഴുതാം. ഓക്കെ, ഇംപ്ലൈസ് എങ്ങനെ വരും, ഇതിന് നമ്മൾ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വെച്ച് വരും, 3x ടൈംസ് 3 3x ടൈംസ് 3 എത്ര വരും, 9x പ്ലസ് 2y പ്ലസ് 3 എന്ന് പറയുന്നത് 6y ആകും. ഈക്വൽസ് എല്ലാ എലമെന്റ്സിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 6 മൈനസ് 6 മൈനസ് 3 15. ഓക്കെ, അടുത്തിനി എന്താണ്, ഇക്വേഷൻ 1 ടൈംസ്
2 ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 times 2 എന്ത് വരും? ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ എന്ത് വരും? 4x പ്ലസ് 6y ഈക്വൽസ് മെട്രിക്സ് എല്ലാത്തിനെയും 2 കൊണ്ടാണ്. സോ 4 6 8 0. ഓക്കെ, 4 6 8 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് ഇവിടെ 4 വരെ എഴുതി. സോ ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ നമ്പർ 6. എങ്ങനെ ചെയ്യാം? 5 മൈനസ് 6 ചെയ്യാം. എങ്ങനെ വരും? 9x മൈനസ് 4x 5x. ഓക്കെ, ഇവിടെ 6y 6y ക്യാൻസൽ ആയി പൊക്കോളൂ. അടുത്ത് എന്ത് വരും? 6 മൈനസ് 4 2 മൈനസ് 6 മൈനസ് 6 മൈനസ് 12 8 മൈനസ് 3 മൈനസ് 8 മൈനസ് 11 15 മൈനസ് 0 15. എന്ത് ചെയ്യുക? എക്സ് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം? 1/5 ഓഫ് 2 മൈനസ് 12 മൈനസ് 11 15. അല്ലെങ്കിൽ നമുക്ക് 1/5 അകത്തോട്ട് എടുക്കുമ്പോൾ എല്ലാം by5 ആകും. ഓക്കെ, സോ ഇതെങ്ങനെ വരും? 2/5 മൈനസ് 12/5 മൈനസ് 11/5 15/5 എന്താണ്? 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് എക്സ് ഇഫ് വൈ ഈക്വൽസ് ദിസ് 2x പ്ലസ് വൈ ഈക്വൽസ് ദിസ്. ഓക്കെ, വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 2x പ്ലസ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്ന് പറയാം 2x എന്താ തന്നിട്ടുള്ളത്? 2x പ്ലസ് വൈ ഈക്വൽസ് മാട്രിക്സ് 1 0 മൈനസ് 3 2. നമുക്ക് ഈ വൈന് അപ്പുറത്തോട്ട് എടുത്തൂടെ? പ്ലസ് വൈ അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? മൈനസ് വൈ ആകും. ഓക്കെ, അത് നമ്മൾ വൈ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വൈയുടെ എന്താണ്? ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? മൈനസ് വൈ ആണ്. സോ മൈനസ് വൈ രണ്ട് സൈഡും നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇവിടെ മൈനസ് വൈയും വൈയും കൂടെ ക്യാൻസൽ ആവും, അവിടെ ഒരു മൈനസ് വൈ വരും. അതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് എന്ത്? പ്ലസ് വൈ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് വൈ ആകും. സോ 2x ഈക്വൽസ് 1 0 മൈനസ് 3 2 മൈനസ് y. അഥവാ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 0 മൈനസ് 3 2 മൈനസ് y എന്താണ്? y എന്ന് പറയുന്നത് 3 2 1 4 3 2 1 4. ഓക്കെ, ഇതെല്ലാം കൃത്യല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. സോ 2x ഈക്വൽസ് എന്ത് കിട്ടും? സബ്ട്രാക്ട് ചെയ്തേ. 1 മൈനസ് 3 മൈനസ് 2 0 മൈനസ് 2 മൈനസ് 2 മൈനസ് 3 മൈനസ് 1 മൈനസ് 4 2 മൈനസ് 4 മൈനസ് 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോക്കിക്കേ, എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു എന്ത് പറയാം? എക്സ് ഈക്വൽ ടു 1/2 ഓഫ് എന്താണ്? മൈനസ് 2 മൈനസ് 4 സോറി മൈനസ് 2 തന്നെയാണ്. മൈനസ് 2 മൈനസ് 4 മൈനസ് 2 എല്ലാം മൈനസ് ആണ് അല്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ ഇതിനെ 1/2 അകത്തോട്ട് എടുക്കാം. അകത്തോട്ട് എടുത്താൽ എന്ത് കിട്ടും? മൈനസ് 1 മൈനസ് 1 മൈനസ് 2 മൈനസ് 1. ഓക്കെ, നമുക്കപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? അപ്പോ അടുത്ത ചോദ്യം, ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇവിടെ തന്നിട്ടുള്ള എക്സും വൈയും കണ്ടുപിടിക്കുക. ഇതാണ് കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് ഈ അഡീഷൻ ചെയ്യുക. ഇവിടെ അഡീഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചാടി കയറിയത് അങ്ങ് കൂട്ടി വെക്കരുത്. ഇവിടെ ആരുണ്ട്? ഒരു ഇൻറ്റു 2 കൂടെ ഉണ്ട്. അപ്പൊ ഈ 2 ആദ്യം അകത്തോട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ വരും? 2 അകത്തോട്ട് എടുത്ത് നേരെ അഡീഷനെ ഒന്നിച്ചങ്ങ് ചെയ്യണം കേട്ടോ. കാരണം 2 times 1 2 ആയിരിക്കും. ഇതെല്ലാം 2 അകത്തോട്ട് എടുക്കുമ്പോൾ 2 6 0 2x ആ മോഡലിലാകും. ഞാനത് വീണ്ടും ഒന്നേന്ന് എടുത്ത് എഴുതുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ നോക്കാം. 2 times 1 2 പ്ലസ് y വരും. എങ്ങനെ വരും? 2 പ്ലസ് y. അടുത്ത് 6. ഓക്കെ, പ്ലസ് എന്ത് വരും? 0. അടുത്ത് 2 times 0 0 പ്ലസ് ഇപ്പുറത്തൊന്നുണ്ട് 1. 2 times x 2x പ്ലസ് എന്ത് വരും? 2 വരും. ഓക്കെ, അടുത്ത ഇപ്പുറത്ത് എന്താണ്? 5 6 5 6 1 8. ഇവിടെ നോക്കിക്കേ, 6 പ്ലസ് 0 6 ഈക്വൽ ആണ്. 0 പ്ലസ് 1 1 ഈക്വൽ ആണ്. അപ്പൊ ഇതൊക്കെ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണോ? വേണ്ട. നമുക്കിവിടെ എക്സും വൈയും കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എക്സും വൈയും കണ്ടുപിടിക്കാൻ അതാത് ആൾക്കാരെ കറക്റ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് പറയാൻ പറ്റും 6 ഈക്വൽ ടു, ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇത് 6 പ്ലസ് 0 ഈക്വൽ ടു 6. ട്രൂ. 0 പ്ലസ് 1 ഈക്വൽ ടു 1, അതും ട്രൂ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഇനി ചിന്തിക്കേണ്ട. നമുക്കിനി ഇതും
ഇതും മാത്രമാണ് നോക്കാനുള്ളത്. സോ 2x plus 2 equals 8. 2x equals 8 minus 2. 2x equals 6. x equals 6 by 2, 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 3 എന്ന് പറഞ്ഞ് കിട്ടി. അടുത്തിരി ഈ ഒരു സാധനം നോക്കാം. ആദ്യത്തെ എലമെന്റ്, ഇവിടുത്തെ ആദ്യത്തെ എലമെന്റ് 2 plus y ആണ്. ഇവിടുത്തെ ആദ്യത്തെ എലമെന്റ് എന്താണ്? 5 ആണ്. സോ നമുക്ക് എന്ത് പറയാം? 2 plus y equals 5. y equals 5 minus 2 equals 3. സോ ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, വൈയുടെ വാല്യൂ എന്ന് പറയുന്നതും 3 ആണ്. ജസ്റ്റ് കൊടുത്തു നോക്കിക്കേ. ഇവിടെ നമ്മൾ 3 കൊടുത്താൽ 2 plus 3 5. ഇവിടെ നമ്മൾ 3 കൊടുത്താലോ 6 plus 2 8. കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, സോൾവ് ദ ഇക്വേഷൻസ് ഫോർ എക്സ് വൈ ഇസഡ് ആൻഡ് ടി. ഇവിടെ നമുക്ക് കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് എക്സ് വൈ ഇസഡ് ടി ഇത്രേന്റെയും വാല്യൂസുകൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? 2 കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 3 കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 3 കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കാണിക്കുക. ഞാനത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ വരും? ഇവിടെ എങ്ങനെ വരും? 2 into x 2x plus 3 into 1 3. ഓക്കെ, അടുത്ത് 2 into z 2z. ഞാൻ ആദ്യം ഇവിടുത്തെ എല്ലാം നമുക്ക് എഴുതി വെക്കാമേ. 2y 2t. ഇനി അവരുടെ എല്ലാത്തിൻ്റെയും കൂടെ ആരെ ആഡ് ചെയ്യുക? ഇവനെ ആഡ് ചെയ്യുക. സോ 3 times -1 -3. 3 times 0 plus 0. 3 times 2 6 plus 6. ഓക്കെ, അതിൽ നമുക്ക് ആരാവശ്യമില്ല? 0 ആഡ് ചെയ്താൽ മാറ്റം ഉണ്ടാവോ? ഇല്ല. സോ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇട്ടേക്കാം. ഈക്വൽസ് ആര് വരും? 3 കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ വരും? 9 ഓക്കെ 15 12 18. ഇനി നമുക്ക് ഓരോന്ന് ഇക്വേറ്റ് ചെയ്ത് എക്സും വൈയും ഇസഡും ടിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2x plus 3 equals 9. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x equals 9 minus 3 equals 6. ഓക്കെ, x equals 6 by 2 equals 3. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 3 ആണെന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? എക്സ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് ആര് കണ്ടുപിടിക്കാം? y കണ്ടുപിടിക്കാം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 2y equals 12. y equals 12 by 2 equals 6. സോ അടുത്ത ആരും കണ്ടുപിടിച്ചു? 12 വൈയും കണ്ടുപിടിച്ചു. അടുത്ത് ഇനി അടുത്ത ആരാ? ഇസഡ് കണ്ടുപിടിക്കാം. ഇസഡ് എന്താ തന്നിട്ടുള്ളത്? 2z minus 3 equals 15. ഓക്കെ, അടുത്ത അവിടെ നിന്ന് എന്ത് പറയാം? 2z equals 15 plus 3 equals 18. z equals 18 by 2 equals 9. അപ്പൊ എന്ത് കണ്ടുപിടിച്ചു? ഇസഡിന്റെ വാല്യൂവും കണ്ടുപിടിച്ചു. ഇനി അടുത്ത് ആരെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ടി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ടി കണ്ടുപിടിക്കാൻ എന്ത് തന്നിട്ടുണ്ട്? 2t plus 6 equals കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരാ? 18. So 2t equals 18 minus 6 equals 12. t equals 12 by 2 equals 6. So tയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? x equals 3, y equals 6, z equals 9, t equals 6. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് എഴുതുമ്പോൾ അതൊന്നും കൂടെ ലാസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ ടീച്ചർക്ക് മൊത്തം തപ്പി നിങ്ങൾ ഏതൊക്കെയാണ് വാല്യൂസ് എഴുതിയെന്ന് നോക്കണ്ട. ജസ്റ്റ് ലാസ്റ്റ് നോക്കുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ടീച്ചർ ജസ്റ്റ് നോട്ട് നോക്കുമ്പോൾ നിങ്ങൾ എഴുതിയ സ്റ്റെപ്പ് കറക്റ്റ് ആണ്. സിമ്പിളായിട്ട് മാർക്കിങ് പോരും. അടുത്തത്, ഇഫ് x times 2 3, y times -1 1, 10 5. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് മെട്രിക്സിനും അതിന്റെ ഓപ്പറേഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കുക. നേരത്തെ സെയിം മോഡൽ തന്നെ നമുക്ക് ആ ഭാഗത്തോട്ട് എടുക്കാം. എങ്ങനെ വരും? സോ ഇതൊരു 2/1 ആണ്, ഇതും 2/1 ആണ്, ഇതും 2/1 ആണ്. സോ 2x ഇവിടെ എടുക്കുമ്പോൾ 3x പ്ലസ് ഇപ്പുറത്തെ ആളാണ് ചെയ്യേണ്ടത് 3x ആണ്. അടുത്ത ഇപ്പുറത്തെ ആളാണ് ചെയ്യേണ്ടത് -y പ്ലസ് y ഈക്വൽസ് എന്താണ്? 10 5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 2 ഇക്വേഷൻസ് കിട്ടി. അപ്പൊ 2 ഇക്വേഷന് എടുത്തെഴുതാം. ഏതൊക്കെയാണ്? 2x minus y equals 10. അടുത്തെന്താണ് കിട്ടിയത്? 3x plus y equals 5. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം, ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യും പോലെ സോൾവ് ചെയ്യാം. ഇവിടെ നമുക്കറിയാം -y യും +y യും കോഎഫിഷ്യൻസ് സെയിം ആണ്.
പക്ഷേ സിമ്പൽ ഡിഫറെന്റ് ആണ്. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂ സെയിം ആണ്, ബട്ട് സിമ്പൽ ഡിഫറെന്റ് ആണ്. സോ അവർ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സോ ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് 2x പ്ലസ് 3x എത്ര വരും? 5x. y മൈനസ് y പ്ലസ് y 0 ആയിട്ട് പൊക്കോളും. 10 പ്ലസ് 5 15. x ഈക്വൽസ് 15/5 ഈക്വൽസ് 3. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് നേട്ടി? 3 എന്ന് പറഞ്ഞു കിട്ടി. ഇനി അടുത്ത y എങ്ങനെ കണ്ടുപിടിക്കാം? yക്ക് എക്സിന് ഇവിടെ ഏതെങ്കിലും ഒരിടത്ത് വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. സോ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് എന്താണ്? 2 times 3 minus y equals 10. 2 times 3 എത്രയാണ്? 6. 6 minus y equals 10. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? മൈനസ് y equals 10 minus 6 which is 4. ഓക്കെ, അപ്പൊ നമുക്ക് മൈനസ് y equals 4 എന്ന് പറഞ്ഞിട്ട്, സോ y equals എന്താണ്? -4. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് പറയാം? x equals 3 എന്ന് പറയാം. ഇവിടെ നമുക്ക് കിട്ടും y equals -4 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. Given 3 times xy zw equals x6 minus 1 2w plus matrix 4 x plus y z plus w 3. Find the values of x, y, z and w. നമുക്ക് ഇവിടെ കുറച്ചധികം വേരിയബിൾസും കുറച്ചധികം രീതിയിലും ഒക്കെ തന്നിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു ഈസിയിൽ നിന്ന് പതുക്കെ ഡിഫിക്കൽട്ട് കൂട്ടി ഇങ്ങനെ വരികയാണ് അല്ലേ. അപ്പോൾ നമ്മളിത് മൊത്തം ഇങ്ങനെ പഠിച്ചിരുന്ന ഇതേ മോഡൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ വരും? ഇവിടെ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താണ്? 3x 3y 3z 3w ഈക്വൽസ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. x plus 4 വരും. ഓക്കെ, അടുത്ത് 6 plus x plus y വരും. ഇവിടെ -1 plus z plus w വരും. ഓക്കെ, അടുത്ത് 2w plus 3 വരും. ഇവിടെ നമുക്ക് ചാടിക്കയറി നമ്മൾ ഇതൊക്കെ എടുത്ത് ഇക്വേറ്റ് ചെയ്യാൻ നിന്നാൽ ഇവിടെ എക്സും വൈയും 2 വേരിയബിൾസ് വരുന്നുണ്ട്. പക്ഷെ ഇത് നോക്കിക്കേ, 3x ഇവിടെയും x plus 4 ഒറ്റ വേരിയബിൾ വരുന്ന ഇക്വേഷൻസ് കിട്ടും. ആദ്യം അത് സോൾവ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതുപോലെ 3w 2w plus 3 സോൾവ് ചെയ്ത് wന്റെ വാല്യൂയും കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്റെ ഹെൽപ്പോടുകൂടി ബാക്കി വൈയും സിയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ വരാം? നമുക്ക് ഏതൊക്കെ നോക്കാം. ആദ്യത്തേത് എന്താണ്? 3x ഈക്വൽസ് x plus 4 ആണ്. ഇത് നമുക്ക് എന്ത് പറയാം? 3x minus x equals 4, 2x equals 4, x equals 4/2 equals 2. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? x equals 2 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അടുത്തത് 3w. ലാസ്റ്റത്തെ 3w equals 2w plus 3 ആണ്. ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? 3w minus 2w equals 3. 3w minus 2w എത്രയാ? w equals 3. ഓക്കെ, അപ്പോൾ wന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 3 എന്ന് പറഞ്ഞു കിട്ടി. എക്സിന്റെ വാല്യൂ 2, wന്റെ വാല്യൂ 3 എന്ന് പറഞ്ഞു കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഇത് y കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. ഇവിടെ നിന്ന് എന്ത് പറയാം? 3y equals 6 plus x plus y. ഓക്കെ, ഇവിടെ നമുക്ക് എക്സിന് വരെ എന്ത് കൊടുക്കാം? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം y എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം. 3y minus y equals 6 plus എക്സിന് വരെ എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. ഓക്കെ, 3y minus y എന്താണ്? 2y equals 8. y equals 8/2 equals 4. y കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? യെസ്, സിമ്പിൾ അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? y എല്ലാം ഒരു സൈഡിൽ ക്ലബ് ചെയ്തു. സോ 3y minus y ആയി. 6 plus എക്സിന് വരെ എന്ത് കൊടുത്തു? 2 കൊടുത്തു. So 6 plus 2 8 ആയി. 2y equals 8, y equals 8/2 equals 4 എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് z കണ്ടുപിടിക്കാം. z വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൾക്കാർ ഇക്വേറ്റ് ചെയ്യാം. ഏത് വരും? 3z equals -1 plus z plus w. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? z എല്ലാം ഒരു സൈഡിലോട്ട് ക്ലബ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 3z minus z equals -1 plus wന്റെ വാല്യൂ എത്രയാ? wന്റെ വാല്യൂ 3 ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് 3. അപ്പൊ എങ്ങനെ വരും? 3z minus z എന്താകും? 2z equals 2. z equals 2/2 which is nothing but 1.
ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടി, വൈന്റെ വാല്യൂ 4 എന്ന് കിട്ടി, ഇസഡിന്റെ വാല്യൂ 1 എന്ന് കിട്ടി, ഡബ്ല്യൂന്റെ വാല്യൂ 3 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കെല്ലാം കിട്ടിയല്ലോ. യെസ്, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടൈംസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ആണെന്ന് കാണിക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് വൈ, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇത് മൂന്നും ആദ്യം ഒന്ന് കാണിക്കാം. ആദ്യം എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇതാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിന്റെ സ്ഥാനത്തേക്ക് എന്ത് കൊടുത്താൽ മതി? വൈ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഞാൻ ജസ്റ്റ് അതൊന്ന് വീണ്ടും എടുത്ത് എഫ് ഓഫ് എക്സ് ചെയ്ത് എഫ് ഓഫ് വൈ ചെയ്തെന്ന് പറഞ്ഞ് എടുത്ത് എഴുതുന്നില്ല, ജസ്റ്റ് അത് ഒന്നിച്ച് എഴുതാൻ മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, കാരണം നമുക്ക് അതിനെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മളെ കുറെ സമയം പോകും. അപ്പൊ വീണ്ടും നമ്മൾ അതിങ്ങനെ എടുത്ത് എഴുതാൻ വേണ്ടി നിൽക്കുന്നില്ല, ജസ്റ്റ് നമുക്കിപ്പോൾ മനസ്സിലാവാൻ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് എക്സ് ടൈംസ് എഫ് ഓഫ് വൈ ആണ്. അപ്പൊ ആദ്യം എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്താണ്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 സൈൻ എക്സ് കോസ് എക്സ് 0 0 0 1 ആണ്. ഓക്കെ, അടുത്ത് ടൈംസ് എന്താണ്? എഫ് ഓഫ് വൈ. എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കുക? വൈ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? കോസ് വൈ. ഓക്കെ, ഇവിടെ എക്സ് വന്നുകൊണ്ട് വൈ, കോസ് വൈ മൈനസ് സൈൻ വൈ 0. അവിടെ 0 വന്നാൽ 0 തന്നെയാണ്. അടുത്ത് സൈൻ എക്സ് എന്താണ്? സൈൻ വൈ ആകും. കോസ് എക്സ് എന്താകും? കോസ് വൈ ആകും. 0 0 0 1. ഇനി എന്ത് ചെയ്യുക? ഇവര് തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യുക. ഇവര് തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? നോക്കിക്കേ, കോസ് എക്സ് ടൈംസ് കോസ് വൈ, കോസ് എക്സ് കോസ് വൈ ആകും, കോസ് എക്സ് കോസ് വൈ ആകും. അടുത്ത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, അടുത്തത് കോസ് എക്സ് മൈനസ് സൈൻ വൈ, സോ എന്ത് വരും? മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, അടുത്ത് എന്ത് വരും? മൈനസ് സൈൻ എക്സ് കോസ് വൈ, മൈനസ് സൈൻ എക്സ് കോസ് വൈ. അടുത്ത് 0. ഇനി എന്ത് വരും? 0 0 0. അടുത്ത് ഇവിടെ എന്ത് വരും? സൈൻ എക്സ് കോസ് വൈ, സൈൻ എക്സ് കോസ് വൈ. അടുത്ത് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, അടുത്ത് മൈനസ് സൈൻ എക്സ് സൈൻ വൈ, സൈൻ വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ. ഓക്കെ, അടുത്ത് എന്താണ്? 0, 0 ആയിട്ട് പൊക്കോളും. അടുത്ത് 0 0 0. ഇനി എങ്ങനെ വരും? 0 0 0 0 0 0 0 0 1. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ നോക്കിക്കേ. നോക്കിക്കേ, കോസ് എക്സ് വൈ, കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. പ്ലസ് 1 നമ്മള് കോസ് എക്സ് പ്ലസ് വൈയും സൈൻ എക്സ് പ്ലസ് വൈ ഒക്കെ എക്സ്പാൻഷൻസ് പഠിച്ചത് ഓർമ്മയില്ലേ? യെസ്, ആ ഒരു സാധനമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്തിന്റെ എക്സ്പാൻഷനാ? കോസ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ് അല്ലേ? അടുത്ത് ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ ഹോൾ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം എന്താകും? പ്ലസ് ആകും. സോ കോസ് എക്സ് കോസ് വൈ, കോസ് എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് സൈൻ കോസ് വൈ. ഓർഡർ തിരിച്ചെഴുതിയ എന്താണ്? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്തിന്റെ എക്സ്പാൻഷനാ? സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷനാ. സോ ഇത് മൈനസ് നമ്മൾ പുറത്തെടുത്ത മൈനസ് അങ്ങനെ കിടക്കുന്നു, സൈൻ എക്സ് പ്ലസ് വൈയുടെ ആണ്. അടുത്ത് 0 0 തന്നെയാണ്. ഇവിടെ അടുത്തിന് എന്ത് വരും? ഇത് എന്തിന്റെ എക്സ്പാൻഷനാ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. നേരത്തെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഇത് എന്തിന്റെ എക്സ്പാൻഷനാ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അടുത്ത് ഇതെന്തിന്റെ എക്സ്പാൻഷൻ ആണ് നോക്കിക്കേ. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്തിന്റെ എക്സ്പാൻഷനാ? കോസ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷനാ. ഓക്കെ, ഇവിടെ അടുത്ത് 0 തന്നെയാണ്. 0 0 1. ഇതെന്താണ്? സോറി, ഇതെന്താണ് നോക്കിക്കേ. കോസ് എക്സിന് വരെ എന്ത് കിടക്കുന്നു? എക്സ് പ്ലസ് വൈ കിടക്കുന്നു.
മൈനസ് സൈൻ എക്സിന് വരെ എന്ത് കിടക്കുന്നു എക്സ് പ്ലസ് വൈ കിടക്കുന്നു. ഇവിടെ സൈൻ എക്സിന് വരെ എന്ത് കിടക്കുന്നു എക്സ് പ്ലസ് വൈ കിടക്കുന്നു. കോസ് എക്സിന് വരെ എന്ത് കിടക്കുന്നു എക്സ് പ്ലസ് വൈ കിടക്കുന്നു. സോ ഇവിടെ എല്ലാം എക്സ് വന്നെടുത്ത് ഇവിടേക്ക് എന്ത് കിടക്കുന്നു എക്സ് പ്ലസ് വൈ കിടക്കുന്നു. അതായത് ഇതെന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ഓക്കെ, ഇതെന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ആണെന്ന് പറയാം. നോക്കിക്കേ, അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്ന. നമ്മള് എൽ എച്ച് എസ് നിന്ന് തുടങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എൽ എച്ച് എസ് ഇംപ്ലൈസ്. സോ എൽ എച്ച് എസ് നിന്ന് തുടങ്ങി നമ്മൾ എവിടെ എത്തി? ഇംപ്ലൈസ് ആർ എച്ച് എസ്. ആർ എച്ച് എസിൽ എത്തി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തേ നോക്കിക്കേ. ആദ്യം എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ചെയ്യണം. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതേ സെയിം സാധനം തന്നെ. എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താ? എക്സ് കിടന്നിടത്തേക്ക് വൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നോർമൽ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തു. ഓക്കെ, നമ്മൾ നോർമലായിട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കോസ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ്. ഇത് മൈനസ് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ്. സോ ഇത് എന്താണ്? മൈനസ് ഓഫ് സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ്. ഇത് എന്തിന്റെ എക്സ്പാൻഷനാ? സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ്. ഇത് കോസ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ്. സോ അത് നമ്മൾ എക്സ്പാൻഷൻസ് ഒക്കെ മാറ്റി അതിനെ ഷോർട്ട് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ എക്സ് കിടന്നിടത്തൊക്കെ ഇപ്പൊ എന്ത് കിടക്കുന്നു? എക്സ് പ്ലസ് വൈ കിടക്കുന്നു. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. വിച്ച് ഈസ് നത്തിങ് ബട്ട് അവർ ആർ എച്ച് എസ് തുടങ്ങി എൽ എച്ച് എസ് അല്ലേ? അല്ല, എൽ എച്ച് എസ് തന്നെ. അതാണ് എന്ത് നമ്മളുടെ ഇവിടെ ആർ എച്ച് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എൽ എച്ച് എസ് തുടങ്ങി നമ്മൾ എവിടെ എത്തി? ആർ എച്ച് എസിലെത്തി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയാം.